72 ദിവസം നീണ്ട തെരച്ചിലിനൊടുവിൽ അർജുനെ കണ്ടെത്തിയതിൽ കുടുംബം എല്ലാ കാലവും കടപ്പെട്ടിരിക്കുമെന്ന് അർജുന്റെ സഹോദരൻ അഭിജിത്ത് കേരള വിഷൻ ന്യൂസിനോട് പ്രതികരിക്കുകയായിരുന്നു അഭിജിത്ത്. ശിരൂരിലെ മണ്ണിടിച്ചിലുണ്ടായതിന് ശേഷം 72-ാം ദിവസമാണ് അർജുന്റെ ലോറി ഗംഗാവലി പുഴയിൽ നിന്നും കണ്ടെടുത്തിട്ടുള്ളത്. ഇപ്പോൾ അർജുന്റെ സഹോദരനായിട്ടുള്ള അഭിജിത്ത് നമ്മളോടൊപ്പം ചേരുകയാണ്. അഭിജിത്ത്, ഈ ലോറി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് എന്താണ് കുടുംബത്തിനൊപ്പം പറയാനുള്ളത്? കുടുംബത്തിന് ഒരാൾ ഞങ്ങളെ കൂടെ നിന്ന് ഈ ഒരു ലോറി എത്തിക്കുന്നത് വരെ ഞങ്ങളെ കൂടെ കുറെ ആൾക്കാർ നിന്നിട്ടുണ്ട്. അവരോടൊക്കെ ജീവിതകാലം മൊത്തം കടപ്പെട്ടിരിക്കും. ഞങ്ങൾക്കൊരു ഭാവി കാല തെളിവായിട്ടാണ് ഇത് കിട്ടിയത്. അതിനുള്ള ഏട്ടനെ സംരക്ഷിച്ച്, അങ്ങനെയല്ല, സംരക്ഷിച്ചാലും ഞങ്ങൾക്ക് തിരിച്ചു തന്നിട്ടുണ്ട്. ഈ ചേട്ടൻ എന്നതിലുപരി ഈ അർജുന് ഒരു പിതാവിന്റെ സ്ഥാനം കൂടി ഈ അഭിജിത്ത് നൽകിയിരുന്നു. എങ്ങനെയാണ് ചേട്ടനുമായിട്ടുള്ള ഒരു ഓർമ്മകൾ ഈ സമയത്ത്? അതായത് അച്ഛനൊരു വീഴ്ച പറ്റിയിരുന്നു. അതിനുശേഷം കുടുംബത്തിന് അച്ഛന് പകരമായിട്ട് നിന്ന് ഞങ്ങളെ വളർത്തിയതും ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തതും മൊത്തം ഏട്ടനാണ്. അപ്പോൾ അതില്ലാതെ ആയതാണ്. നിങ്ങൾ അവസാനമായി കണ്ട നാളുകൾ എന്നാണ്? എന്തായിരുന്നു അന്നത്തെ പ്രധാനപ്പെട്ട ഓർമ്മകൾ എന്താണ്? അവസാനമായിട്ട് കണ്ടത് ഈ ഒരു ട്രിപ്പിന് പോകുന്നതിന് മുന്നെയാണ്. അതായത് ഈ ഒരു ട്രിപ്പിന് പോകുന്നതിന് തൊട്ട് തലേ ദിവസം ഞാനും ഏട്ടനും കൂടിയാണ് വീട്ടിലേക്കുള്ള ഭക്ഷണവും ഒക്കെ ഉണ്ടാക്കിയത്. അതുവരെ ഞാൻ അങ്ങനെ വീട്ടിലെ കാര്യങ്ങളൊന്നും ചെയ്യാത്തത്. പക്ഷെ ഏട്ടൻ അന്ന് നിർബന്ധിച്ചതാണ്. ഏട്ടന്റെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇതൊക്കെ ഒരു രീതി പോലെ ചെയ്യിപ്പിച്ചായിരിക്കും. ഈ തിരച്ചിൽ ഒരു ഘട്ടത്തിൽ നിർത്തിവെക്കണം എന്നുള്ള ഒരു സമ്മർദ്ദങ്ങളൊക്കെ പലപ്പോഴും വന്നിരുന്നു. പക്ഷേ കുടുംബം ഉറച്ചു തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്താണ് ഇങ്ങനെ ഈ ഒരു ദൗത്യം ഇത്രയും നാളുകൾ കൊണ്ടുപോകാൻ ഇത്തരത്തിൽ കുടുംബം ആവശ്യപ്പെട്ടതിന്റെ പിന്നിൽ എന്താണ്? എന്നുവെച്ചാൽ ഞങ്ങൾക്കൊരു തെളിവ് വേണമല്ലോ. ഇതുവരെ കാര്യമായിട്ടുള്ള തെളിവോ ഏട്ടന്, അതായത് ഇവിടെ ഒരു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് ഏട്ടൻ അതിനുള്ളിലുണ്ടോന്നോ ഒന്നും അറിയില്ലായിരുന്നു. പിന്നെ ഇവിടെ മരങ്ങളും കയറൊക്കെ കിട്ടിയപ്പോഴാണ് ഞങ്ങൾ ഒരു പ്രതീക്ഷ ഉണ്ട്, ഇത്ര വലിയ ലോറി അല്ലേ, തപ്പിയാൽ കിട്ടാതിരിക്കില്ല. ആ ഒരു പ്രതീക്ഷന്റെ മുകളിലാണ് ഞങ്ങൾ ഉറച്ചു നിന്നത്. തപ്പി കിട്ടിയപ്പോൾ അതിനുള്ള ഏട്ടനും ഉണ്ട്. അപ്പൊ ഞങ്ങൾ കാര്യം ഉണ്ടായി ചെയ്തതിനൊക്കെ. ഈ ഇത്രയും വലിയൊരു ദുരന്തത്തിലും ആ ലോറി അർജുനെ ചേർത്ത് നിർത്തി എന്നുള്ളൊരു കാഴ്ചയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. അതിന് നമ്മൾ സാക്ഷ്യം വഹിക്കുകയും ചെയ്തു. ഈ ലോറിയുമായിട്ട് അർജുന്റെ ബന്ധം എങ്ങനെയാണ്? ഈ ഈ ഈ ചേർത്ത് നിൽക്കലിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഏട്ടൻ ചെറുപ്പം മുതൽ ഇപ്പോൾ ഏട്ടന്റെ ബൈക്കാണെങ്കിലും ഏട്ടൻ എന്ത് വണ്ടി കൊണ്ടു നടക്കുകയാണെങ്കിലും അതിനോട് അത്രയും കെയർ ചെയ്തിട്ടേ കൊണ്ടു നടക്കുള്ളൂ. ഞാൻ ഇപ്പൊ ഏട്ടന്റെ വണ്ടി എടുത്ത് എവിടെയും പോയി വന്നാലും ഏട്ടൻ എന്തെങ്കിലും അതിനൊരു പ്രശ്നം ഉണ്ടെങ്കിൽ എന്നോട് അത് ചോദിക്കും. അങ്ങനെയാണ് ഈ ലോറി ആയാലും ഏട്ടന് സ്വന്തമായിട്ട് ഇതിന് മുന്നേ ഒരു ചെറിയ ഏസ് ഉണ്ടായിരുന്നു, സൂപ്പർ. അതാണെങ്കിലൊക്കെ ഏട്ടൻ അതുപോലെ പൊന്നുപോലെ കൊണ്ടു നടക്കും. ചെറിയ ചളി ഉണ്ടെങ്കിൽ തുടയ്ക്കുക. അങ്ങനെ ഉള്ളിലൊക്കെ ഞാൻ ഈ വണ്ടിന്റെ ക്യാബിനിൽ ഈ ഒരു ട്രിപ്പിന്റെ തൊട്ട് മുന്നത്തെ ട്രിപ്പിൽ ഞാൻ ഈ വണ്ടിന്റെ ഉള്ളിൽ ക്യാബിനിൽ കയറിയൊക്കെ ഏട്ടന്റെ കൂടെ കുത്തിരുന്നതാ ഒരു 1.5 മണിക്കൂർ. അപ്പോഴൊക്കെ ഏട്ടൻ അത് വൃത്തിയാക്കാണ്. അങ്ങനെ കൊണ്ടു നടക്കുന്നതാണ്. ഇങ്ങനെ ഒരു വലിയ ദുരന്തത്തിൽ ആ ലോറി ഏട്ടനെ കൈവിട്ടില്ല. അതിന്റെ ഉള്ളിൽ തന്നെ ഏട്ടനെ ഞങ്ങൾക്ക് വേണ്ടി ബാക്കി വെച്ചിട്ടുണ്ട്.